വഫിയ കോഴ്സും ആരംഭിക്കപ്പെട്ടിട്ടുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ തന്നെയാണ് അതിന് അംഗീകാരം കൊടുത്തിട്ടുള്ളതും ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നതും. ഒരു മുഷാവറ അംഗവും അതിനെ തള്ളി പറഞ്ഞിട്ടുമില്ല. ഈ വാഫി പ്രശ്നം ഉണ്ടായിരുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിനോട് ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഒന്ന് ആദർശ് അംസക്കുട്ടി ഹക്കീം ഫൈസി അവരെ ഈ രംഗത്തൊക്കെ ഒഴിച്ചു സമസ്തനോട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾ വാഫിൻ്റെ നേതൃത്വത്തിൽ അയാൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ അതിൽ അദ്ദേഹം ഭാഗവെക്കുകയോ ചെയ്താൽ അതുമായിട്ട് ആ സംവിധാനമായിട്ട് നമ്മൾ ആ സംവിധാനമായിട്ട് സഹകരിക്കില്ല എന്നാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനം. ഇത് സമസ്തയിൽ നിന്നുള്ള ആരെങ്കിലും ഒരാൾ പറയണതല്ല, ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എടുത്ത തീരുമാനമാണത്. എന്നാലും അവരെ നമ്മളെ കുട്ടികൾ എന്നുള്ള നിലക്ക് അവരോട് ചർച്ചകൾ നടത്തല്ല. അവരെ സംബന്ധിച്ച് ചില തീരുമാനങ്ങൾ ചില സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിന് നേതാക്കന്മാരും ബഹുമാനപ്പെട്ട തങ്ങൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ കുഞ്ഞാണ്ടി സാഹിബ് അടക്കമുള്ളവർ കൂടി നമ്മളൊരു തീരുമാനിച്ചു. ഉസ്താദന്മാരെല്ലാം കൂടിയിട്ട് ഇന്ന ഉപാധികൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വെക്കണ ഈ ഉപാധികൾ ഇത് മുഴുവൻ അംഗീകരിക്കാൻ തയ്യാറാണോ? എന്നാൽ അവരേറ്റ് നമ്മൾ യോജിച്ച് പോകാൻ തയ്യാറാണെന്നാണ്. അതിൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മറുപടി നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ തീരുമാനങ്ങളൊക്കെ അവ്യക്തമാക്കി കൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് ചിലവർ പറയാം. സമസ്ത ആവശ്യത്തിനൊക്കെ തീരുമാനിച്ചിരിക്കണേ. പിന്നെ എല്ലാ തീരുമാനങ്ങളും അങ്ങനെ തന്നെയാണ്. എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചു. ആർക്കും ഒരു നിലക്കുള്ള എന്തെങ്കിലും ഒരു പോർവ ഏൽപ്പിക്കാത്ത നിലക്ക് പോർവ ഏൽപ്പിക്കൂല എന്നല്ല പറഞ്ഞത്, ഏൽപ്പിക്കേണ്ടി ഒന്നും ഏൽപ്പിക്കും, അത് വേറെ സംഗതി. പക്ഷേ അന്നേക്ക് വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യൽ. ഒരു മുഷാവറ അംഗവും അതിനെ തള്ളി പറഞ്ഞിട്ടുമില്ല. മാന്യരെ 2020-21 വർഷങ്ങളിൽ ഞാൻ കാളികാവ് വാഫി PG ക്യാമ്പസിൽ മുദരിസായിരിക്കെ സ്റ്റാഫ് മീറ്റിംഗിൽ വെച്ച് ഹക്കീം ഫൈലി ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി: ഇപ്പോഴത്തെ സമസ്ത പ്രസിഡന്റിനെ നമ്മൾ പുറത്താക്കും, സമസ്തയെ നമ്മൾ കൊണ്ടുപോകും. എനിക്ക് കാരണം പറയുന്നുണ്ട്. പ്രസിഡന്റ് നമ്മുടെ CIC-ക്കെതിരെ സംസാരിച്ചിരിക്കുന്നു. അയാൾക്ക് 0 വില മാത്രമേ ഉള്ളൂ. അയാൾ പറഞ്ഞതാണ്. പിന്നീട് നടന്ന അസംബ്ലിയിൽ ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചുകൊണ്ടും സമസ്തയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുകയോ അതിനുള്ള ആസൂത്രണം പറയുന്നത് പിന്നീട് നടന്ന അസംബ്ലിയിൽ ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചുകൊണ്ടും സമസ്തയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുകയോ പ്രസിഡന്റിനെ പുറത്താക്കുകയോ ചെയ്യാനുള്ള ക്യാമ്പയിനുമായി വാഫി വിദ്യാർത്ഥികളും മുന്നോട്ട് പോകണമെന്ന് ധരിപ്പിച്ചുകൊണ്ടും അതിനുള്ള പ്രതിജ്ഞകൾ ഓരോരുത്തരും എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും സംസാരിക്കുകയുണ്ടായി. അപ്പൊ സമസ്തക്ക് ഇതിൽ ഒന്നും ചെയ്യണില്ല എന്നാണ് പറയുന്നത്. വാഫികൾ പ്രതിജ്ഞ എടുക്കണം, അവിടുത്തെ പഠിക്കുന്ന പഠിതാക്കൾ പ്രതിജ്ഞ എടുക്കണം. സമസ്തനെ പൊളിക്കാൻ, പ്രസിഡന്റിനെ പുറത്താക്കാൻ, എന്നിട്ട് സമസ്ത പിടിച്ചെടുക്കാൻ പ്രതിജ്ഞ എടുക്കണം എന്നാണ് പറയുന്നത്. ഒരു മുഷാവറ അംഗവും അതിനെ തള്ളി പറഞ്ഞിട്ടുമില്ല. പൂർണ്ണമായി അംഗീകരിക്കാൻ സന്നദ്ധരാവണം. അല്ലാത്ത ഒരു വിദ്യാഭ്യാസ ഏജൻസിയായിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് യാതൊരു ബന്ധവുമില്ല. അത് പ്രഖ്യാപിക്കണം. യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ കുട്ടികളെ അതുപോലുള്ള ഈ വാട്സപ്പ് ഇതൊക്കെ പരിശോധിക്കുക ആദ്യം. എന്നിട്ട് ഈ പറഞ്ഞതൊക്കെ ഈ തെറികളുണ്ടല്ലോ, ഈ തെറികളൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ നോക്കുക. അങ്ങനെ അംഗീകരിക്കുകയാണെങ്കിൽ അതുപോലുള്ള വിദ്യാഭ്യാസ ഏജൻസിയിൽ കുട്ടികളെ ചേർത്ത് പഠിപ്പിക്കാം. കുട്ടികൾ അങ്ങനത്തെവരായി ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ. അതല്ല എന്നുണ്ടെങ്കിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഇതുപോലുള്ളതായ വിദ്യാഭ്യാസ ഏജൻസികളായിട്ട് സഹകരിക്കരുതെന്നാണ് പറയാനുള്ളത്. സമസ്ത കേരള അവർ തിരുത്താത്ത കാലത്തോളം അവരുമായി സഹകരിക്കാൻ നമ്മൾ തയ്യാറല്ല. ഒരു മുഷാവറ അംഗവും അതിനെ തള്ളി പറഞ്ഞിട്ടുമില്ല. നമ്മളിന്നുള്ള പലർക്കും എന്താപ്പോ അങ്ങനെ അങ്ങോട്ട് പോയാൽ എന്താവും, അവരെ വിട്ടാലൊന്നും വരാതെ ഇവിടെ പലരെയും വിട്ടിക്കണ്. ഇവരെക്കാൾ വലിയ പലരെയും നമ്മൾ വിട്ടത്. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിക്കൂല. അപ്പൊ വിടാൻ പറ്റുമോ എന്താ നമ്മൾ വിടാൻ പറ്റൂല എന്ന് വിചാരിച്ച് 3 വർഷമായി, ഇപ്പൊ 3-4 വർഷമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പല മുഷാവറ യോഗങ്ങളും സ്പെഷ്യലായി കൊണ്ട് വിളിച്ചു ചേർത്ത ഒരുപാട് മുഷാവറ യോഗങ്ങൾ. ഇതൊക്കെ ഇതിനു വേണ്ടിയാണ്, എങ്ങനെയെങ്കിലും യോജിപ്പിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളായിട്ട് ചർച്ച ചെയ്തിട്ടില്ല എന്ന് പിന്നെ പറയാം. എന്നും ഇങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറയാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു ആശയ വിശദീകരണ സമ്മേളനം ഇവിടെ നടത്തുമ്പോൾ അപ്പൊ അതിന്റെ മുമ്പായിട്ട് വരിക ചർച്ച ചെയ്തിട്ടില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ മിണ്ടാതെ ഇരുന്നപ്പോൾ നമ്മളെ അണികൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. നമ്മളെ ഉസ്താദ് നിങ്ങൾ എന്താ ഒരു തകരാറ്, അത്ര വലിയ തകരാറൊന്നും ഇല്ല എന്നുള്ളൊരു തോന്നല്. തുറന്ന് പറഞ്ഞ് വഷളാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാതൊക്കെയാണ്. അപ്പൊ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയ ആദർശങ്ങളോടും മാത്രം ചോദിച്ചാൽ പോലെ സമസ്ത കേരള ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായതെന്ന് പറഞ്ഞാൽ എപ്പോഴാണെന്ന് അറിയോ? ഈ പറയപ്പെടുന്ന വിഭാഗത്തിനിക്ക് ഒരു ഭരണഘടന ഉണ്ട്.
ആ ഭരണഘടനയിലുള്ള ഒരു വകുപ്പിൽ സമസ്ത കേരള ജമിയത്തുലമയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ട്. ആ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എന്നുള്ളത് അതിന് മാറ്റി പിന്നെ സമസ്ത കേരള ജമിയത്തുലമയുടെ ബന്ധപ്പെട്ട ആളുകൾ അവര് ഇതിൽ ഉപദേശക സമിതിയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. അത് മാറ്റി. അങ്ങനെ പല മാറ്റലുകളും ആ ഭരണഘടനയിൽ മാറ്റിക്കൊണ്ടുള്ള പുതിയൊരു ഭരണഘടന അത് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഈ പ്രസ്ഥാനത്തിന് കൊണ്ടുപോകണമെങ്കിലും സമസ്തന്റെ പേരിലായി കൊണ്ടുപോകും വേണം. അപ്പൊ ജനങ്ങൾക്കിത് സമസ്തയിൽ നിന്ന് വിട്ടിടില്ല എന്ന് മനസ്സിലാക്കുക. ജനങ്ങളുടെ മുന്നിൽ സമസ്ത കേരള ജമിയത്തുലമ അംഗീകരിച്ചതായ ഒരു വിദ്യാഭ്യാസ പാഠ്യ പദ്ധതിയാണിതെന്ന് വ്യക്തി തീർത്തു കൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുലമയോട് ഒരു ബന്ധവുമില്ലാതെ സമസ്ത കേരള ജമിയത്തുലമയെ തെറി പറയുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാരെന്ന് പറയുന്നത് അല്ലാഹു അഅലം അവരെ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ട് സംഘടിപ്പിക്കപ്പെട്ടതായ ഒരു വിദ്യാഭ്യാസ രീതിയാണിത്. അതുകൊണ്ട് ഈ രീതിയായിട്ട് ഒരുമിച്ച് പോകാൻ നമുക്ക് ഒരിക്കലും സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് അവരോട് പറയാനുള്ളത്, നിങ്ങൾ സമസ്ത കേരള ജമിയത്തുലമയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സമസ്ത കേരള ജമിയത്തുലമയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിക്കുകയല്ലേ വേണ്ടത്. ഞങ്ങൾക്ക് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താന്നുള്ളത് അത് ഫത്വ കൊടുക്കുകയോ കിതാബ് ഓതി കൊടുക്കുകയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ ഒരു പാവപ്പെട്ട ആളുകളുള്ള ഞങ്ങളതായിട്ട് പോയിക്കൊണ്ട് എന്തായാലും പഠിക്കാം. അപ്പോൾ അതൊക്കെ ആ നിലക്ക് ഇങ്ങോട്ട് പഠിപ്പിക്കാൻ ആരും വരുന്ന സമസ്ത കേരള ജമിയത്തുലമയുടെ ഓരോ മുശാവറ മെമ്പർമാരും സമസ്ത കേരള ജമിയത്തുലമയുടെ ഭരണഘടന ശരിക്കും പഠിച്ചുകൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുലമക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഒരു മുഷാവറ അംഗവും അതിന് തള്ളി പറഞ്ഞിട്ടുമില്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമ കഴിഞ്ഞ മുഷാവറയിലല്ല അതിന്റെ മുമ്പുള്ള ഒരു മുഷാവറയിൽ ഒരു തീരുമാനമെടുത്തു. CIC എന്ന ഓഫിയ സംവിധാനത്തിന്റെ അതിനെ നിയന്ത്രിക്കുന്ന CIC എന്ന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈദി ആദർശേരി എന്ന ആള് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് വിരുദ്ധമായി സമസ്ത കേരള ജമിയത്തുലമയുടെ നിലപാടുകൾക്ക് വിരുദ്ധമായി പ്രചാരണം നടത്തുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തെ സമസ്തയുടെ എല്ലാ ഘടകങ്ങളിൽ നിന്നും നീക്കം ചെയ്യാനുള്ള ഒരു തീരുമാനം ഉണ്ടായി.